പ്രധാനമായും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ദ്വിരാഷ്ട്രം എന്ന ഒരു സങ്കല്പമായിരുന്നു ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിന്റെ പരിഹാരമായി ലോകം എല്ലാ കാലത്തും കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് പലസ്തീൻ എന്നതും ഇസ്രായേലും എന്ന രണ്ട് രാജ്യങ്ങൾ അടുത്തടുത്ത് ജീവിച്ചു പോവുക എന്നുള്ളത്. പക്ഷെ നേരത്തെ ഈ ശ്രീ രാജേഷ് സൂചിപ്പിച്ച പോലെ ഈ ദ്വിരാഷ്ട്രം എന്ന സങ്കല്പത്തിനേറ്റ വലിയ ഒരു ആഘാതമാണ് ഒക്ടോബർ 7 നടന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ് നമ്മളിപ്പം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു ചരിത്രം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചാണ്. ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത് ഈ ഇസ്രായേലിന്റെ ഒരു 360 ഡിഗ്രിയിൽ പൊതിഞ്ഞുകൊണ്ട് പടിഞ്ഞാറൻ ലോകം നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അമേരിക്ക നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ പലസ്തീനിനെ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ലോകം ഉണ്ടായിരുന്നു. സൗദി അറേബ്യയും അറബ് ലോകത്തിന്റെ ഒരു കവറേജ് പലസ്തീൻ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷെ അതിൽ വലിയ രീതിയിലുള്ള ഒരു ഡൈല്യൂഷൻ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കുള്ളിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ട്രംപിന്റെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള എബ്രഹാമിക് അക്കോർഡെല്ലാം അതിന്റെ ഒരു റിഫ്ലക്ഷൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഒരു അമേരിക്കയുടെ ഒരു എക്സ്റ്റെൻഡഡ് കോളനിയാണ് ഇസ്രായേൽ എന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെ തൊട്ട് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വേദനിക്കും, പൊള്ളും. അതുകൊണ്ട് അമേരിക്ക റിയാക്ട് ചെയ്യും. പക്ഷെ ഇപ്പം ഈ ട്രംപിന്റെ എല്ലാം ഇത് ഒരു തരമുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണിത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇസ്രായേലിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ തലസ്ഥാനത്തെ മാറ്റാൻ സൗകര്യം ചെയ്തു കൊടുത്ത വ്യക്തിയാണ് ട്രംപ്. ഈ സിറിയയിലെ ഗൊലാൻ കുന്നുകളിലേക്ക് കടന്നു കയറാൻ വേണ്ടി അവർക്ക് സമ്മതിച്ച ആളുകളാണ് ട്രംപ്. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ എക്സ്പാൻഷനിസ്റ്റ് ടെൻഡൻസികളെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയുടെ ഒരു കവർ എപ്പോഴും ഇസ്രായേലിന്റെ മേലുണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള കവറേജും കൂടിയാണ് ഞാൻ പറയുന്നത്. ഒരു തരത്തിലുള്ള ഡോം ഉണ്ട്, ഇസ്രായേലിലേക്ക് ഒരു മിസൈൽസും വന്ന് വീഴില്ല. ഇത്തരത്തിൽ വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ പിന്നെ പലസ്തീൻ ഉണ്ടായിരുന്നു. ആ പ്രൊട്ടക്ഷന്റെ ഇത് കുറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും അറബ് ലോകങ്ങളിൽ നിന്നും. ഇപ്പം ആകെയുള്ളത് ഇറാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇറാന്റെ 3 ഹെച്ചുകൾ, ഹൂതി, ഹിസ്ബുള്ള, ഹമാസ്, ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള യുദ്ധത്തിലെല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം ഒരു സാധ്യത ഉണ്ടായിരുന്നു. പലസ്തീന് മുമ്പിൽ ഒരു സാധ്യത കഴിഞ്ഞ ഹിസ്റ്റോറിക്കലി കുറെ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നതാണ്, ഒരു ദ്വിരാഷ്ട്രം എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട്. പക്ഷെ പല തലത്തിലും ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും പലസ്തീൻ തന്നെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും യാസർ അറാഫത്തും നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ പല ഘട്ടത്തിലും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഓഫറിനെ അറബ് ലോകം തന്നെ തെറിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും ഹമാസിന്റെ ഐഡിയ എന്ന് പറയുന്നത് നദി മുതൽ കടൽ വരെയുള്ള മൊത്തം മേഖല ഞങ്ങളുടേതാണെന്നുള്ളതാണ്. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് ഇന്നത്തെ ചരിത്രത്തിന്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ എന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കോമയാണ്. പക്ഷെ ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 2, 3, 4 ഘട്ടങ്ങളെല്ലാം വരാൻ പോകുന്നുണ്ട്. ഈ ഘട്ടങ്ങളിലെല്ലാം ഇസ്രായേൽ ഏത് തരത്തിലാണ് പെരുമാറുക എന്നുള്ളത് വളരെ അവ്യക്തമാണ് ഇപ്പോഴും.